വേഷപ്പകർച്ച. രചന റംസി ഫായിസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ CM നൂഞ്ഞേരി. വിനോട്ടാ, ഒരു ചായ. അടുക്കളയിൽ പ്രാതലിനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് വിനോദിനെ തേടി ഭാര്യയായ അശ്വതിയുടെ ആജ്ഞയെത്തിയത്. ഉമ്മറക്കോലായിലെ ചാരു കസേരയിലിരുന്ന് മൊബൈലിൽ കുത്തിക്കളിക്കുന്ന അശ്വതിക്കരികിലേക്ക് വിനോദ് നടന്നെടുത്തു. അച്ചു, ഇതാ ചായ. തല കുമ്പിട്ട് അവൾക്ക് നേരെ ചായ നീട്ടിപ്പിടിച്ച വിനുവിനെ ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും തുനിയാതെ അവൾ ആ ചായ കൈവെള്ളയിലേക്ക് ഏറ്റുവാങ്ങി. ഇതെന്തോന്നാ, ചായയോ അതോ കാടിയുള്ളോ? ഇത്രയും കാലമായിട്ട് ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല, ശവം. ഒരിറക്ക് ചായ കുടിച്ച ശേഷമുള്ള അച്ചുവിന്റെ പ്രതികരണം വിനോദിനെ ആകെ സങ്കടത്തിലാഴ്ത്തി. എനിക്ക് 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം, എന്നാലും 9 മണിയാകുമ്പോഴെങ്കിലും ഓഫീസിൽ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രാതൽ പെട്ടെന്ന് വേണം. ആ പിന്നെ വേറെ കാര്യം, അതെങ്കിലും ഒന്ന് വായിൽ വെക്കാൻ കൊള്ളാവുന്നതായ വലിയ ഉപകാരമായിരിക്കും. അവന്റെ നേർക്ക് നോക്കി ഒരു പരിഹാസത്തോടെ പറഞ്ഞു നിർത്തിയ അവൾ ചായക്കപ്പിലുണ്ടായ ചായ യാതൊരു മടിയും കൂടാതെ മുറ്റത്തെ വാഴത്തോപ്പിലേക്ക് ഒഴിച്ചു. കാടിവെള്ളം ബെസ്റ്റ് വളാണെന്ന് എന്റെ മുത്തശ്ശി പറഞ്ഞു തോർക്കുന്നു. അതും പറഞ്ഞവൾ ചവിട്ടിക്കുലുക്കി വീടിന്റെ അകത്തളങ്ങളിലേക്ക് നടന്നു. പിന്നാലെ വിനോദും അടുക്കള ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ആകെ അരമണിക്കൂർ സമയം മാത്രമാണുള്ളത്. അതിനുള്ളിൽ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. മോനെ വിളിച്ചെഴുന്നേൽപ്പിക്കണം, അവനെ ഒരുക്കണം, അവന് കൊണ്ടുപോകാൻ ലഞ്ച് കൊടുക്കണം. അതിനുള്ള തയ്യാറെടുപ്പ് ഇതുവരെയും തുടങ്ങിയിട്ടില്ല. മോനെ അപ്പൂസേ, ഒന്ന് പെട്ടെന്ന് എഴുന്നേൽക്കണോ. അച്ഛൻ്റെ നല്ല കുട്ടിയല്ലേ, പെട്ടെന്ന് എഴുന്നേറ്റ് പോയി ബ്രഷ് ചെയ്തു വാ. അപ്പോഴേക്കും അച്ഛൻ ചായ എടുത്തു വെക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടും കടലും ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ പുട്ടുപൊടി കുഴക്കുന്നതിനിടയിലാണ് 5 വയസ്സുകാരനായ മോനെ ഉറക്കെ വിളിച്ചു കൂവിയത്. അടുക്കളയിൽ നിന്നും ഇത്രയും ഉറക്കെ വിളിച്ചാലേ മുറിയിലേക്ക് കേൾക്കൂ. അതെ, അകത്തെ മുറിയിൽ മോൾ ഉറങ്ങുക. ഇവിടെ കിടന്ന് അലമുറയിട്ട് വിളിച്ച് അതിനും കൂടെ ഉണർത്തണ്ട. എന്നെ കൊണ്ട് അതിനെടുക്കാനൊന്നും വയ്യ, പറഞ്ഞില്ലാന്ന് വേണ്ട. കുളി കഴിഞ്ഞു വന്ന അവൾ മുടി തോർത്തുന്നതിനിടയിൽ എന്നെ നോക്കി പറഞ്ഞു. ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ നിശ്ചലനായി നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. അച്ഛാ, എനിക്ക് ബ്രഷ് ചെയ്ത് താ. പുട്ടുണ്ടാക്കാൻ വേണ്ടി തേങ്ങ ചെരുക്കുന്നതിനിടയിലാണ് മകൻ ചിണുങ്ങിക്കൊണ്ട് വന്നത്. ദേ അപ്പൂസേ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും, മര്യാദക്ക് പോയി ബ്രഷ് ചെയ്തിട്ട് വാടാ. അവളോടുള്ള ദേഷ്യം മകനോട് തീർത്തപ്പോഴേക്കും കൈ അറിയാതെ ചിരവിയിലൊന്ന് തട്ടി. ആ അമ്മേ എന്നൊരു നിലവിളിയോടെ ഞാൻ കൈ പിൻവലിക്കുമ്പോഴേക്കും അവൾ ഓടി വന്നിരുന്നു എനിക്കരികിലേക്ക്. എന്താ, എന്തു പറ്റി? അത് കൈയൊന്ന് ചെറുതായിട്ട് മുറിഞ്ഞു. അതിന്റെ നീറ്റിൽ സഹിക്കാൻ പറ്റാതെപ്പോ പെട്ടെന്ന് നിലവിളിച്ചാ. ഓ, അത്രയുള്ള കാര്യം. ഇതിനാണ് ഇങ്ങനെ അലമുറിയിട്ടത്. അടുക്കളയാകുമ്പോൾ തട്ടിമുട്ടിയിരിക്കും, കൈ മുറിഞ്ഞെന്നും വരും, ദേഹം പൊള്ളിന്നൊക്കെ വരും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇതിനൊക്കെ ഇങ്ങനെ നിലവിളിക്കാൻ എന്നാ പിന്നെ അതിനെ നേരം കാണുള്ളൂ. അതും പറഞ്ഞവൾ എന്റെ മുറിവിനെ ഒന്ന് ഗൗനിക്കുക പോലും ചെയ്യാതെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാലും എന്തൊരു ജന്മ ഇത്. പ്രഷർ കുക്കറിന്റെ കൂവൽ കേട്ടപ്പോഴാണ് കടല വെന്തിട്ടുണ്ടാവുമെന്ന് ഓർത്തത്. ഉടനെ പോയി ഗ്യാസ് ഓഫ് ചെയ്തു. പുട്ടിന്റെ കുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. അതിനുശേഷം പുട്ടുപൊടിയും കുറച്ചിട്ടു. വീണ്ടും തേങ്ങയിട്ടു. അങ്ങനെ ആ കുറ്റി നിറയുന്നവരെ ഞാൻ ഇത് തന്നെ ആവർത്തിച്ചു. ഒടുവിൽ അതിനെ ഭദ്രമായി മൂടിവെച്ച ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടം വെള്ളത്തിന്റെ മുകളിലേക്ക് ആ പുട്ടും കുറ്റിയെ ചേർത്ത് വെച്ചു. ഇനി ആവി വരുന്നവരെ കാത്തിരിക്കണം. അപ്പോഴേക്കും കറിയൊന്ന് കടുകും വെളുത്തുള്ളിയും ഇട്ട് കാച്ചാമെന്ന് കരുതി ഞാൻ വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പൂസിന്റെ വിളി. അച്ഛാ, ചായ. ചായ ദേ ആ ടേബിൾ വെച്ചിട്ടുണ്ട്. താഴെ കാണുന്ന ആ ചെറിയ കണ്ടെയ്നർ ബോക്സിൽ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിച്ചോ. എന്നിട്ട് വേഗം പോയി കുളിച്ച് റെഡി ചെയ്യുക. അപ്പോഴേക്കും അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കാച്ചിയ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. കൂടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തപ്പോൾ ആഹാ, എന്താ മണം! എന്റെ കൈപുണ്യത്തെക്കുറിച്ചോർത്ത് എനിക്ക് തന്നെ അഭിമാനം തോന്നിയ നിമിഷമായിരുന്നത്. വിനുവേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. ദേ ഈ സാരി ഒന്ന് ഉടുക്കാൻ സഹായിച്ചേ, വേഗം വേണം. അവളുടെ വിളിയും പുട്ടുകുറ്റിയിൽ നിന്ന് ആവി വന്നതും ഒരുമിച്ചായിരുന്നു. ഏതാ ഇപ്പൊ ചെയ്യേണ്ടെന്ന് ആലോചിച്ച് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗം പോയി പുട്ടുകുറ്റിയെ കയ്യിലെടുത്തും കൈയൊന്ന് പൊള്ളി. കൈ പൊള്ളിയ വേദനയിൽ കയ്യിലുണ്ടായിരുന്ന പുട്ടുകുറ്റി താഴേക്ക് നിലംപതിച്ചു. ഭാഗ്യത്തിന് ഒരു പുട്ടുപോലും താഴേക്ക് വീണില്ല. ചൂടുള്ള സാധനങ്ങൾ എടുക്കുമ്പോ ഒരു തുണിക്കഷ്ണെങ്കിലും കയ്യിൽ കരുതണം എന്റെ അച്ഛ. ഇതൊന്നും അറിയാതെയാണോ അടുക്കള ഭരിക്കാൻ വന്നേക്കുന്നത്? 5 വയസ്സുള്ള എന്റെ കുസൃതിച്ചക്കന്റെ വലിയ വായിലെ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ അന്താളിച്ചു പോയി. വിനുവേട്ടാ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ദേ അവളുടെ വിളി വീണ്ടും വന്നു. ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കി ഞാൻ മുറി ലക്ഷ്യമാക്കി ഓടി. ഇതൊക്കെ തനിക്ക് ഒറ്റയ്ക്ക് ചെയ്തുകൂടാച്ചു, എനിക്കവിടെ 100 കൂട്ടം പണിയുണ്ട്. അതെങ്ങനെയാ, എല്ലായിടത്തും എന്റെ കയ്യെത്തണല്ലോ. സാരിയുടെ ഞൊറിവ് ശരിയാക്കി കൊടുത്തുകൊണ്ട് അത് അവളുടെ അരയിൽ ഇറുക്കി കൊടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ നീരസം ഞാൻ പുറത്ത് പ്രകടമാക്കിയത് ആ വാക്കുകളിലൂടെയായിരുന്നു. നെറ്റിയിലൊരു പൊട്ടും തൊട്ട് അവൾ പെർഫ്യൂം അടിച്ച് മിന്നിക്കുമ്പോഴാണ് ഞാൻ പിന്നിലൂടെ പോയി അവളെ ചേർത്ത് പിടിച്ച് പിൻകഴുത്തിൽ എൻ്റെ മുഖം അമർത്തി വെച്ചത്. ഇന്നെൻ്റെ അച്ചു പതിവിലും സുന്ദരിയായിട്ടുണ്ടല്ലോ. ഒന്നുകൂടെ മാറി നിൽക്ക് മനുഷ്യ, റൊമാൻസ് കളിക്കാൻ പറ്റിയ സമയം. എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചോ. എന്നെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ പലതും പറഞ്ഞ് മുറിയിൽ നിന്നിറങ്ങി. അവൾ എന്നോട് കാട്ടുന്ന ഓരോ പ്രവൃത്തിയും എൻ്റെ കണ്ണുകൾ ഇറന്നണിപ്പിക്കുന്നുണ്ട്. പക്ഷേ പാടില്ല. അവളുടെ മുന്നിൽ കരഞ്ഞാൽ തോറ്റുപോകുന്ന ഞാനായിരിക്കും. എനിക്ക് ജയിക്കണം, ജയിച്ചേ പറ്റൂ. മോൾക്ക് പാൽ കൊടുത്തിട്ട് ഉറക്കിയതാണ് ഞാൻ. ഇനി അവൾ എഴുന്നേറ്റ് വിശന്ന് കരയും. അപ്പൊ കൊടുക്കാനുള്ള കുറുക്ക് ഇപ്പോഴേ റെഡിയാക്കി വെച്ചേക്ക്.
അവൾ ഉണർന്ന ഒന്നിനും സമ്മതിക്കൂല. അതും പറഞ്ഞുകൊണ്ടവൾ ഓഫീസിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവച്ചില്ലേ? ഒരു കാര്യം പറഞ്ഞാൽ അത് കൃത്യസമയത്ത് ചെയ്യുന്ന ശീലം നിങ്ങൾക്ക് പണ്ടേ ഇല്ലല്ലോ. അവളുടെ ആ ശരീരം വീണ്ടും എന്നെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. എനിക്ക് ആകെ 2 കയ്യല്ലേ ഉള്ളൂ. ഇങ്ങനെ കിടന്ന് അലർന്ന നേരത്ത് വല്ലതും വന്ന് സഹായിച്ചൂടെ? പുട്ടും കടലയും ടേബിളിൽ കൊണ്ടുവച്ച് അവൾക്ക് നേരെ അങ്ങനെ ഒരു മറുപടി കൊടുക്കുമ്പോഴാണ് എനിക്ക് പറ്റിയ അമ്മയെക്കുറിച്ച് ഓർമ്മ വന്നത്. എൻ്റെ ഈശ്വര, പണി പാളിയോ? ഇന്നും ഇത് തന്നെയാണോ? എപ്പോഴും ഒരേ ഫുഡ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ വല്ല നേർച്ച നേർന്നിട്ടുണ്ടോ? അവൾക്കൊരു മറുപടി കൊടുക്കാൻ നിൽക്കാതെ ഞാൻ അടുക്കള ലക്ഷ്യമാക്കി നടന്നു. അവൾ ഇറങ്ങിയെന്ന് കണ്ടപ്പോൾ ഞാൻ ടേബിളിൽ പോയി നോക്കി. ഒരു നുള്ളുപോലും അവളുടെ പാത്രത്തിൽ നിന്ന് അനങ്ങിയിട്ടില്ല. എന്തോ അതെന്നെ വല്ലാത്ത സങ്കടത്തിലാഴ്ത്തി. അപ്പൂസിൻ്റെ വണ്ടി വരാൻ സമയമായതുകൊണ്ട് തന്നെ പിന്നീടുള്ള എൻ്റെ ഒരുക്കങ്ങളൊക്കെ വളരെ സ്പീഡിലായിരുന്നു. അവനെ കുളിപ്പിച്ചൊരുക്കി യൂണിഫോം അണിയിച്ച് മുടി ചീകി വെച്ച് സുന്ദരനാക്കി. അപ്പോഴാണ് മോളുടെ കരച്ചിൽ കേട്ടത്. അപ്പൂസേ, ഒന്ന് പോയി ചിന്നുമോൾ എടുക്കടാ. ഞാൻ മോന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ച് തയ്യാറാക്കി ടിഫിൻ ബോക്സിൽ വെക്കട്ടെ കേട്ടോ. പറയേണ്ട താമസം അവൻ ഓടിപ്പോയി ചിന്നുമോളെ കോരിയെടുത്തു. അതിനിടയിൽ തന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി തുറന്നുകൊണ്ടിരുന്നു. അച്ഛാ, ദേ ചിന്നുമോൾ എൻ്റെ യൂണിഫോമിലാകെ അപ്പിയിട്ട് കച്ചറയാക്കി. ഇനി ഞാൻ എങ്ങനെയാ സ്കൂളിൽ പോകുന്നേ? ചിന്നുമോളെയും പിടിച്ചു നിൽക്കുന്ന അപ്പൂസിൻ്റെ വേഷം കണ്ടപ്പോൾ എൻ്റെ കിളികളൊക്കെ കൂടും കുടുക്കയും എടുത്ത് എങ്ങോ പാറിപ്പോയി. എൻ്റെ ഈശ്വര, ഇത് ഞാൻ എങ്ങനെ വൃത്തിയാക്കാനാ? ആലോചിച്ച് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അപ്പൂസിനോട് മറ്റേ യൂണിഫോം ധരിക്കാൻ പറഞ്ഞ് ഞാനായിട്ടിരിക്കുന്ന യൂണിഫോം അഴിച്ചു മാറ്റി. അയ്യോ അച്ഛാ, അത് അമ്മ രാത്രി അലക്കിയിട്ടില്ല, ഇന്ന് അലക്കാന്ന് കരുതി കാണും. അവൻ്റെ വാക്കുകൾ ഇടുത്തി പോലെ കാതിൽ പതിഞ്ഞു. പിന്നെ ഒരു ഓട്ടമായിരുന്നു. ആ യൂണിഫോം അലക്കിയെടുത്ത് അയൺ ചെയ്തു വെച്ച് അതിനെ നന്നായിട്ട് ഉണക്കിയെടുത്തു. അതുവരെ ചിന്നുമോളെ വലിയ ബക്കറ്റിൽ ഇത്തിരി വെള്ളവുമായി ഇരുത്തുകയാണ് ചെയ്തത്. അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് ചിന്നുമോളെ കുളിപ്പിച്ചെടുത്തു. അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നതാണ് വലിയ പാട്. എങ്കിലും അതെങ്ങനെയോ സാധിപ്പിച്ചു. ഇനി ഇന്നലെ ധരിച്ച വസ്ത്രങ്ങളൊക്കെ ഒന്ന് അലക്കണം. അതിന് മോളുറങ്ങണം, എന്നാലേ കാര്യം നടക്കൂ. നേരം ഒരുപാട് കഴിഞ്ഞപ്പോൾ അവളൊന്ന് മയങ്ങി. ഞാൻ എല്ലാ വസ്ത്രങ്ങളും അലക്കി മുറ്റത്ത് ഉണങ്ങാനിട്ടു. ഇനി ഉച്ചക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. ഞാനും മോളും മാത്രമല്ലേ ഉള്ളൂ. എന്തെങ്കിലും കഴിച്ച് ചുരുണ്ടുകൂടാം. മോൾക്ക് കുറച്ച് കഞ്ഞി കൊടുക്കാം. റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെച്ച് ഞാനൊന്ന് നടു നിർത്തുമ്പോഴാണ് എൻ്റെ പെണ്ണുമ്പിള്ളയുടെ ഫോൺ വിളി. അതെ, ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഞാനുണ്ടാവും. നാവിന് രുചിയുള്ള 2 കൂട്ടം കറിയും മാങ്ങാ ചമ്മന്തിയും പപ്പടവും എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ ശരി, ഞാൻ ഉച്ചയ്ക്ക് വരാം. അവളോടുള്ള വാശിപ്പുറത്ത് എല്ലാം ഉണ്ടാക്കാമെന്ന് ഏറ്റു. അടുക്കളയിൽ കയറി എല്ലാം പാകം ചെയ്തു വെച്ചിട്ടും അവളെ കാണാനില്ല. സമയം നോക്കിയപ്പോൾ 3:30 മണി. സോറി വിനിയോട്ടാ, ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി എനിക്ക് ഊണ് വേണ്ട. ദേഷ്യവും സങ്കടവും കൊണ്ട് എൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവിടെങ്ങ് വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. അവളെയും കാത്തിരുന്ന ഞാൻ വാശിപ്പുറത്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ സോഫയിൽ പോയി കിടന്നു. നീണ്ട ഹോണടി കേട്ടപ്പോഴാണ് കണ്ണു തുറന്നത്. 4 മണിയായി. മോൻ സ്കൂൾ വിട്ടു വന്നതാണ്. അവനുള്ള ചായയും പലഹാരവും കൊടുത്ത് വീണ്ടും ഒന്ന് മയങ്ങാമെന്ന് കരുതിയപ്പോഴാണ് ചിന്നുമോളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടത്. ഇനി കിടന്നാൽ ശരിയാവില്ലെന്ന് കരുതി അവളെയും കൊഞ്ചിച്ച് അവിടെ ഇരുന്നു. അപ്പൂസിനെ ഹോംവർക്ക് ചെയ്യാൻ നിർബന്ധിച്ചപ്പോൾ അവൻ എൻ്റെ സഹായം അനിവാര്യമാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ആ കർത്തവ്യവും ഞാൻ ഏറ്റെടുത്തു. സന്ധ്യമായി തുടങ്ങിയിട്ടും അവൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. മോളാണെങ്കിൽ വിശന്ന് കരയാൻ തുടങ്ങിയിട്ട് നേരമേറെയായി. അവളുടെ കരച്ചിൽ നിർത്താനായി പലതും ഞാൻ പരീക്ഷിച്ചു. ഒടുവിൽ ക്ഷീണം കൊണ്ട് അവൾ മയങ്ങിപ്പോയി. അപ്പൂസിന് കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കിയ ചോറെടുത്തു കൊടുത്ത് അവനെയും ഞാൻ ഉറക്കി. രാത്രി 9 മണിയായപ്പോഴാണ് അവൾ വന്നു കയറിയത്. ദേഷ്യം കൊണ്ട് ഞാൻ അടിമുടി വിറക്കുന്നുണ്ട്. എവിടെയായിരുന്നടി ഇത്രയും നേരം? സ്വന്തം കുഞ്ഞിനെപ്പോലും ഓർത്തോ നീ? ഓ, എനിക്കിന്നൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പാർട്ടി ഉണ്ടായിരുന്നു. അവളുടെ മോളുടെ പിറന്നാളാഘോഷം. അവിടെ പോയപ്പോൾ ഒരിത്തിരി വൈകി. സോറി. അതും പറഞ്ഞവൾ മുറിക്കകത്ത് കയറി വാതിലടച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാത്ത കണ്ടപ്പോൾ ഞാൻ പോയി മുട്ടി നോക്കി. അച്ചു, ഡാ അച്ചു, എന്താ പറ്റിയേ? ഡാ, നീ എന്തൊന്നും മിണ്ടാത്തെ? വാതിലോർക്കച്ചു. പ്രതികരണമൊന്നും കാണാഞ്ഞപ്പോൾ എൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അച്ചു. വീണ്ടും ഞാൻ അവളെ വിളിച്ചു തുടങ്ങുമ്പോഴേക്കും എനിക്ക് മുന്നിലേക്ക് മുറിയുടെ വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. എന്നെ കണ്ടതും എൻ്റെ നെഞ്ചിലേക്ക് വീണവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ഒന്നും വേണ്ടായിരുന്നു വിനുവേട്ട, ഒന്നും. എന്നും എപ്പോഴും എന്നെ കുറ്റപ്പെടുന്ന വിനുവേട്ടന് എല്ലാം മനസ്സിലാക്കി തരാൻ വേണ്ടിയായിരുന്നു ഇങ്ങനൊരു നാടകത്തിന് ഞാൻ കൂട്ടിന്ന്. പക്ഷേ എനിക്ക് വയ്യ വിനുവേട്ട. നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്ന കാണാൻ എനിക്ക് വയ്യ. ഞാനുണ്ടാക്കിയ ഭക്ഷണത്തിൽ നിങ്ങൾ കുറ്റം പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. എന്നാലും ഇനി അടുക്കളയിൽ എൻ്റെ വിനുവേട്ടൻ കയറരുത്. ഇന്ന് ഈ കൈയൊന്ന് മുറിഞ്ഞപ്പോൾ വേദനിച്ചത് എൻ്റെ ഹൃദയമാണ്. വീണ്ടും അതേ കൈയൊന്ന് പൊള്ളിയപ്പോൾ നേറി ഇല്ലാതായത് എൻ്റെ മനസ്സാ. ഇനി ഇതൊന്ന് കണ്ടേൽക്കാൻ ഈ അച്ഛന് വയ്യ. അവളുടെ ഓരോ വാക്കും എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വരച്ചു കൂട്ടുന്ന ചിത്രങ്ങളാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇന്നത്തെ ഈ ഒരൊറ്റ ദിവസം മാത്രം മതി എനിക്കെൻ്റെ അച്ഛനെ മനസ്സിലാക്കാൻ. ഈ അടുക്കളയുടെ 4 ചുമരുകൾക്കുള്ളിൽ നീ എങ്ങനെ കഴിയുന്നെന്ന് ഞാൻ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല. നിന്റെ കൈയൊന്നു മുറിഞ്ഞാൽ ഞാനത് ഗൗനിക്കാറില്ല. നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് കുറ്റങ്ങൾ മാത്രമേ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നെയും കാത്ത് ഊണ് കഴിക്കാതെ കാത്തിരിക്കുന്ന നിന്നെ ഞാൻ ഓർക്കാറില്ല. കൂട്ടുകാരോടൊത്ത് വയറ് നിറച്ചുകൊണ്ട് വരുമ്പോൾ
ഒന്നും കഴിക്കാതെ എന്നെ കാത്തിരിക്കുന്ന നിന്റെ വിശപ്പിനെ ഞാൻ കണ്ടതായി ഭാവിക്കാറില്ല. നമ്മുടെ ജീവിതത്തിന് സന്തോഷം പകരാൻ ദൈവം കനിഞ്ഞേകിയ മക്കളെ ഞാനൊന്ന് താലോലിച്ചിട്ടില്ല. അതിനുള്ള സമയം കണ്ടെത്തിയിട്ടില്ല. എന്തിന്? എല്ലാ ജോലിയും തീർത്ത് കുളിയും നനയും കഴിഞ്ഞ് രാത്രി മുറിയിലേക്ക് കയറി വരുന്ന നിന്നോട് എനിക്ക് പ്രണയം തോന്നാറില്ല. അതിനു മുന്നേ എൻ്റെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ഇത്രയും നാൾ എൻ്റെ ശരീരത്തിൻ്റെ ചൂട് പറ്റി കിടന്നിട്ടും എന്നോട് ഒരിക്കൽ പോലും പരാതി പറയാത്ത നിന്നെ പൂവിട്ടു പൂജിക്കണം പെണ്ണെ. എന്നാൽ ഞാനോ? എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടാവില്ലേ എൻ്റെ അച്ചുവിനെ? പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവളെൻ്റെ വാപ്പുത്തിയിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ വിനുവേട്ട. ഈ ജന്മം എനിക്ക് ഈശ്വരൻ കനിഞ്ഞേകിയ നിധിയാണ് എൻ്റെ ഭർത്താവെന്ന് വിശ്വസിക്കുന്ന പെണ്ണാണ് ഞാൻ. വെറുപ്പ് തോന്നിയിട്ടില്ലെങ്കിലും സങ്കടം തോന്നിയിട്ടുണ്ട് ഒരുപാട്. അടുക്കളയിൽ മാത്രം ഒതുങ്ങി കഴിയുന്ന എൻ്റെ അരികിലേക്ക് സ്നേഹത്തോടെ വന്ന് 2 വർത്താനം പറയുന്ന വിനുവേട്ടനെ സ്വപ്നം കണ്ട് നടന്നുകൊണ്ടാണ് അത് നടക്കാതെ വന്നപ്പോൾ എനിക്ക് വേദനിച്ചത്. എൻ്റെ കൈയൊന്ന് മുറിഞ്ഞാൽ അത് സാരലടി പെണ്ണെ, ഈ മുറിവിലുള്ള മരുന്ന് എൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞ് ഏട്ടൻ്റെ ആദരങ്ങൾ എൻ്റെ കൈയോട് ചേർത്ത് വെച്ചെങ്കിലെന്ന് ഒരുപാട് മോഹിച്ചിട്ടുണ്ട്. അടുക്കളയിൽ ഞാൻ തനിച്ചാവുന്ന നേരത്ത് വന്ന് കൊച്ചു വർത്താനം പറഞ്ഞിരുന്ന് എൻ്റെ കൂടെ നിഴലായി നിന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലും ഷർട്ടിൻ്റെ ബട്ടണൊന്നിടാൻ എന്നെ നീട്ടി വിളിക്കുന്ന ഏട്ടനരികിലേക്ക് ഓടിയെടുക്കുമ്പോൾ ചേർത്ത് പിടിച്ച നെറുകയിലൊരു ചുംബനം കിട്ടിയെങ്കിലെന്ന് ആശിച്ചിട്ടുണ്ട്. ഊണ് കഴിക്കാൻ ഞാനുണ്ടാവും പെണ്ണെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് ഒരു തവണയെങ്കിലും പറഞ്ഞിരുന്നെങ്കിലെന്ന് ഒരു മാത്രം നനച്ച് പോയിട്ടുണ്ട് ഞാൻ. ഒന്നും ഉണ്ടായില്ല എന്നു മാത്രമല്ല, എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിൽ മാത്രം നിങ്ങൾ മുൻപന്തിയിലായപ്പോൾ എന്നെ നിയന്ത്രണം വിട്ടുപോയി. നിനക്കെന്താടി ഈ വീട്ടിൽ ഇത്ര മലമറിക്കുന്ന പണി എന്ന നിങ്ങളുടെ ചോദ്യമാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചത്. ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം നൽകാൻ മാത്രമായിരുന്നു ഇന്നിങ്ങനെ ഒരു വേഷപ്പകർച്ചക്ക് ഞാൻ മുൻകൈ എടുത്ത്. ഇന്ന് ഞാൻ വിനുവേട്ടനായി മാറിയപ്പോൾ നിങ്ങളുടെ അച്ചുവായി പരിണമിച്ചു. ഞാനിന്ന് പറഞ്ഞ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും എത്രത്തോളമാണ് എൻ്റെ വിനുവേട്ടനെ വേദനിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെയാണ് വിനുവേട്ടൻ ദിവസവും എന്നോട് പറയുന്നതും ചെയ്യുന്നതും എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു ഞാൻ. എല്ലാത്തിനും ഒടുവിൽ പാതിരാക്ക് മുറിയിൽ കയറി വരുന്ന എന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് കിടക്കാൻ പോലും ഇപ്പോൾ വിനുവേട്ടൻ മറന്നുപോയി എന്നറിഞ്ഞപ്പോൾ കരയാനല്ലാതെ മറ്റൊന്നിനും എനിക്ക് കഴിയുമായിരുന്നില്ല. എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആ അടുക്കളയുടെ 4 ചുമരുകൾക്ക് മാത്രമേ പരിചിതമായിട്ടുള്ളൂ. ആ അടുക്കളയിലെ പാത്രങ്ങളോട് മാത്രമേ ഞാൻ വഴക്കിടാറുള്ളൂ. മതിയച്ചു, ഇനിയൊന്നും പറയണ്ട. കേൾക്കാനുള്ള മനഃശക്തി ഇപ്പോൾ ഈ വിനുവിനില്ല. തോൽവി സമ്മതിക്കുന്നു ഞാൻ ഈ അടുക്കള റാണിയുടെ മുന്നിൽ. അതും പറഞ്ഞുകൊണ്ട് അവളെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചപ്പോഴേക്കും ചിന്നുമോൾ ഉണർന്ന് കരയാൻ തുടങ്ങിയിരുന്നു. ഞാൻ ഉടുപ്പിച്ച സാരി ഞാൻ തന്നെ അഴിക്കാന്ന് വെച്ച് വന്നതാ. ദേ അപ്പോഴേക്കും ഉണർന്നു. ഇനി ഇന്നത്തെ കാര്യം ഗോവിന്ദ. അതും പറഞ്ഞ് ഞാൻ അവളെ നോക്കിയെന്ന് കണ്ണിറുക്കിയപ്പോൾ ഒരു കള്ളച്ചിരിയോടെ അവൾ മോൾക്കരികിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു. പിറ്റേന്ന് നേരം പുലരുമ്പോഴേക്കും അടുക്കളയിലെ പാത്രങ്ങളുമായി അവൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവളുടെ പിന്നിലൂടെ ചെന്ന് അരയിലൂടെ കൈയിട്ട് അവൾ ഇറുകെ പുണർന്നപ്പോൾ അവളുടെ കയ്യിലുള്ള പാത്രം താഴേക്ക് നിലംപതിച്ചിരുന്നു. ഇന്നെന്താ മോനെ ഒരു സ്നേഹപ്രകടനം? ഇന്നലത്തെ കാര്യം ആലോചിച്ച് പേടിച്ചിട്ടാണോ? ഏയ് അതല്ലടി, എനിക്കൊരു സംശയം. നീ ഇന്നലെ ഓഫീസിലേക്കാണെന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയത് എവിടേക്കാ? ഞാനായിട്ട് അഭിനയിച്ച നീ ഇനി ശരിക്കും എൻ്റെ ഓഫീസിലേക്ക് പോയോ? ഇല്ല എൻ്റെ പൊന്നോ, ഞാൻ എൻ്റെ വീട് വരെ പോയതാ. അപ്പം അമ്മക്കൊരു 100 കൂട്ടം സംശയം. ഒടുവിലെല്ലാം തുറന്നു പറയേണ്ടി വന്നു. അല്ല ഞാൻ എവിടെ പോവാനാ ഈ അടുക്കള വിട്ട്? എന്നാൽ ഞാൻ ഇന്ന് എവിടെയും പോണില്ല ഈ അടുക്കള വിട്ട്. അതും പറഞ്ഞുകൊണ്ട് അവളെ എനിക്ക് അഭിമുഖമായി നിർത്തി ആ നെറുകയിലൊന്ന് അമർത്തി ചുംബിക്കുമ്പോൾ ഇന്നലെ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാൻ എൻ്റെ മനസ്സും ശരീരവും തയ്യാറെടുക്കുകയായിരുന്നു. ആ അടുക്കളയുടെ 4 ചുമരുകൾ ഇനി അശ്വതിയുടെയും വിനോദിൻ്റെയും പ്രണയ സലാപങ്ങൾക്ക് സാക്ഷിയാവുമെന്ന് തീർച്ച.